ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. IFS, IAS, IPS ഉൾപ്പെടെയുള്ള സർവീസുകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ ഫെബ്രുവരി മാസത്തിലാണ് വിജ്ഞാപനം വരുന്നത്. ആദ്യഘട്ടം നാം അപേക്ഷിക്കുന്നത് പ്രിലിംസ് എക്സാമിന് വേണ്ടിയാണ്. പ്രിലിംസ് എക്സാമിന് ശേഷം മെയിൻസ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നേരിട്ടുള്ള UPSCയുടെ തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പ്രൊസീജിയറിന് ശേഷമായിരിക്കും സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ വർഷം ആകെ 979 ഒഴിവുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം 1105 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ആകെ ഒഴിവുകളിൽ 38 എണ്ണം ഭിന്നശേഷിക്കാർക്കാണ് സംവരണം ചെയ്തിട്ടുള്ളത്. ഇതിൽ 12 എണ്ണം കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കാണ്. 7 എണ്ണം സംസാര കേൾവി വെല്ലുവിളിയുള്ളവർക്കാണ് സംവരണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓൺലൈനായോ സ്റ്റേറ്റ് ബാങ്കിലോ നമുക്ക് നേരിട്ട് പണം അടയ്ക്കാവുന്നതാണ്. പട്ടികജാതി, ഭിന്നശേഷി, വനിതാ വിഭാഗക്കാർക്ക് ഇതിൽ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. പരീക്ഷാ കേന്ദ്രങ്ങൾ നാം നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പ്രിലിമിനറിയുടെ കേന്ദ്രങ്ങൾ ഉള്ളത്. പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഫെബ്രുവരി 11 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. വൈകിട്ട് 6 മണിക്ക് മുമ്പേ തന്നെ കൃത്യമായും അപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 മുതൽ 18 വരെ ഈ തീയതിക്കുള്ളിൽ നമുക്ക് തിരുത്താവുന്നതാണ്. സിവിൽ സർവീസ് പരീക്ഷയോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സിവിൽ സർവീസ് നടത്തുന്ന പ്രിലിമിനറി പരീക്ഷയിൽ നിന്നാണ് ഫോറസ്റ്റ് സർവീസിലേക്കുള്ള മെയിൻ എക്സാമിനുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നത്. ഇതിലേക്ക് വേണ്ടി ഫോറസ്റ്റ് സർവീസിലേക്ക് മൊത്തം 150 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിൽ 9 എണ്ണം സംവരണ വിഭാഗത്തിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് UPSCയുടെ upsc.government.in എന്ന സൈറ്റ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വിവരങ്ങളും ആനുകാലികമായ മറ്റ് അപ്ഡേറ്റുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.